ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ വളരെ രുചികരമായിട്ടുള്ള ഒരു ചിക്കൻ റൈസ് ആണ് കേട്ടോ. കുട്ടികൾക്ക് സ്കൂളിലൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ചിക്കൻ റൈസ് ആണ്. അതുപോലെ തന്നെ നമ്മൾ വളരെ എളുപ്പത്തിലാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. കുട്ടികൾക്കും ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും. നമുക്ക് ഒരുപാട് നേരത്തെ കഷ്ടപ്പാടൊന്നുമില്ലാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒന്നാണ് കേട്ടോ. അപ്പോൾ കുറച്ച് താമസിച്ചൊക്കെ എഴുന്നേൽക്കുന്ന ടൈമിൽ നമുക്കൊരു 15 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഒരു റൈസ് തയ്യാറാക്കി കുട്ടികളുടെ ലഞ്ച് ബോക്സിലൊക്കെ ആക്കി കൊടുത്തു വിടാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഈസി റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാവേ. ആദ്യം തന്നെ ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഒരു മീഡിയം വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാരിനേഷന് വേണ്ടിയിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, 1 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂണോളം എരിവുള്ള മുളക് പൊടി, പിന്നെ 1 ടീസ്പൂണോളം ചിക്കൻ മസാല, ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ വേണ്ടത്. ഞാനിവിടെ ഓവർനൈറ്റ് വെക്കുന്നുണ്ട്. ഒരു 1 or 2 അവർ തന്നെ വെച്ചാൽ മതി കേട്ടോ. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം. ഇതിലാണ് കേട്ടോ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ചിക്കൻ ഇട്ടൊന്ന് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. നല്ലതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കേണ്ടതുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഫ്രൈ ആയിട്ട് തന്നെയാണ് ഫ്രൈഡ് റൈസിനകത്ത് നമ്മുടെ ആ ഒരു റൈസിനകത്ത് ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ നന്നായി തന്നെ മുരിച്ചെടുക്കേണ്ടതുണ്ട് കേട്ടോ. ഇത് നമ്മൾ അഡീഷണലായിട്ട് വേറെ കുക്ക് ചെയ്യുന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇത് നല്ലതുപോലെ മുരിച്ച് നന്നായിട്ട് വേവിച്ച് തന്നെ എടുക്കേണ്ടതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് സമയമൊക്കെ ഒന്ന് എണ്ണയിലിട്ട് നല്ലതുപോലെ ഒന്ന് പൊരിച്ചെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഈ ഒരു റൈസ് ഒന്ന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോഴാണ് കേട്ടോ നമ്മളിത് ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ചിക്കൻ വറുത്ത എണ്ണയിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ ബാക്കി പ്രോസസ്സും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതേ എണ്ണയിലേക്ക് തന്നെ കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലയ്ക്ക, പെരുംജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പൊടി പൊടിയായിട്ട് അരിഞ്ഞ ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നന്നായി വഴണ്ട ശേഷം നമ്മൾ അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നീട് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ് കേട്ടോ. ഞാനിവിടെ ഒരു പച്ചമുളകേ എടുത്തിട്ടുള്ളൂ. നമ്മൾ അഡീഷണൽ ആയിട്ട് ചില്ലി പൗഡറൊക്കെ ആഡ് ചെയ്യുന്നത് കൊണ്ടാണ്. ഇനി അതിലേക്ക് നമ്മളൊരു സവാളയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ചെറുതായിട്ട് അരിഞ്ഞാണ് കേട്ടോ സവാള എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അത് പെട്ടെന്ന് തന്നെ വഴണ്ടി കിട്ടും കേട്ടോ. പിന്നീട് നമ്മൾ ആ ഒരു മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആ ഒരു ചിക്കൻ ഫ്രൈ ചെയ്തപ്പോഴേക്കും അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മസാലയ്ക്ക് വേണ്ടിയുള്ള ഉപ്പ് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതിയേ. ഇനി അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതേ നല്ലതുപോലെ ബ്രൗൺ നിറമായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് പൊടി പൊടിയായി അരിഞ്ഞ തക്കാളി ഒരെണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ മിക്സ് ചെയ്തൊന്ന് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് വേവിച്ച് കൊടുക്കുക കേട്ടോ. മൂടി വെച്ച് ആ ഒരു ആവി തട്ടി നല്ലതുപോലെ വെന്ത് കിട്ടും കേട്ടോ നമ്മുടെ ഈ ഒരു തക്കാളി. തക്കാളിയുടെ ആ ഒരു പച്ചച്ചുവയൊക്കെ മാറി നല്ലതുപോലെ വെന്ത് ഉടഞ്ഞു വരുന്ന പരുവമാകുന്നത് വരെ നല്ലതുപോലെ തന്നെ വേവിച്ചെടുക്കേണ്ടതുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാവേ. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ 1 ടീസ്പൂണോളം ചിക്കൻ മസാലയാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നീട് നമ്മൾ ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ ആ ഒരു പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ എണ്ണയിലിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ആ ഒരു പച്ചമണമൊക്കെ മാറിയ ശേഷം നമ്മൾ കുറച്ചൊന്ന് ഗ്രേവിക്ക് വേണ്ടി അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചൂടുവെള്ളം വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഒരല്പം മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു ചിക്കൻ ഫ്രൈയിൽ നിന്നും 3-4 പീസസ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയൊരു റോസ്റ്റ് പരുവത്തിലാകുന്നത് വരെയും ഒരുപാട് വെള്ളമൊന്നും വറ്റാതെ തന്നെ നമ്മൾ ആ ഒരു റൈസ് വേവിച്ച് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെയൊക്കെ തയ്യാറാക്കുന്നുണ്ടെങ്കിൽ തലേ ദിവസം ഈ റൈസ് നമുക്ക് വേവിച്ച് വെച്ച് ഫ്രിഡ്ജിലൊന്ന് എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിൽ വെച്ച് സൂക്ഷിച്ചാൽ മതിയേ. നമുക്ക് രാവിലെ വളരെ പെട്ടെന്ന് തന്നെ ഇതുപോലെ റൈസൊക്കെ പ്രിപ്പയർ ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ റൈസ് ഒന്ന് നന്നായി ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അത് നന്നായി വെന്തിരിക്കുന്നത് കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. അതിന് മുകളിലായിട്ട് നമ്മൾ ആ ഒരു ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിന് മുകളിലായിട്ട് നമ്മൾ കാഷ്യൂനട്ടും ഒണിയനും ഒക്കെ ഒന്ന് വറുത്തിടുവാണെങ്കിൽ നല്ലതാണ്.
അപ്പോൾ ഞാനിവിടെ കുറച്ച് മല്ലിയില ഒന്ന് അതിന് മുകളിലായിട്ടൊന്ന് തൂക്കി കൊടുക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി അതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും മുന്തിരിയൊക്കെ ഒന്ന് നെയ്യിൽ വറുത്തൊന്ന് അതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാവേ. അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെക്കുന്നുണ്ട്. അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് കാഷ്യൂനട്ടും മുന്തിരി അതിലിട്ട് നന്നായി തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ആ ഒരു തയ്യാറാക്കി വെച്ചിരിക്കുന്ന റൈസിന് മുകളിലേക്ക് റോസ്റ്റ് ചെയ്ത കാഷ്യൂനട്ടും റൈസിൻസും ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചിക്കൻ റൈസ് ഇവിടെ സൂപ്പറായിട്ട് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. തലേ ദിവസത്തേക്ക് റൈസ് ഒന്ന് വേവിച്ചെടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് രാവിലെ തയ്യാറാക്കി കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ ആക്കി കൊടുത്തു വിടാൻ പറ്റും കേട്ടോ. അപ്പോൾ കുട്ടികൾക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസാണ്. ചിക്കൻ ഫ്രൈ ചെയ്തും ചിക്കൻ ആ ഒരു റോസ്റ്റിൻ്റെ കൂടെയൊക്കെ ഒന്ന് ആഡ് ചെയ്തിട്ട് ഉള്ള ആ ഒരു ഗ്രേവിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത റൈസും കൂടി ആയതുകൊണ്ട് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ആ ഒരു റൈസിന്. അപ്പോൾ ഇതുവരെയും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണേ. ഇതുപോലെ എളുപ്പത്തിൽ ട്രൈ ചെയ്യാൻ പറ്റിയ വെറൈറ്റി ആയിട്ടുള്ള റൈസിൻ്റെ റെസിപ്പീസൊക്കെ ഞാനിവിടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കാണാൻ മറക്കരുത്. എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയും നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് കരുതുന്നു. യൂസ്ഫുള്ളായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസിനായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.